സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വന്നതും പിന്നെ നമ്മൾ നേരെ പോയി സ്റ്റിക്കർ അടിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസമാണ്. അപ്പം നമ്മൾ നേരെ പോയി ബാക്കി വർക്കെല്ലാം എടുക്കാൻ പോവുകയാണ്. അതായത് നമുക്ക് വണ്ടീൻ്റെ സ്റ്റിക്കർ വർക്കും പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ സ്റ്റിക്കർ ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ നേരെ പോയി ബെല്ലൈക്കൺ ഞെക്കി അത് ഓളിലോട്ട് പോകുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഈ മെയിനായിട്ടും ബസ്സിൻ്റെ വീഡിയോസാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഗെയിമിൻ്റെ കളിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വീഡിയോ ഇടാം. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മളിതാ വർക്ക്ഷോപ്പിൽ എത്താറായിട്ടുണ്ട്. ഈ വളവ് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർക്കൊരു വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ആൾ കൂടുതലായതുകൊണ്ട് ഇവർ വേറെ എടുത്താണ്. അപ്പോൾ നമ്മളാണ് അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമർ. അപ്പോൾ നമുക്ക് അവരുടെ ഓണറിനോട് സംസാരിച്ച് നോക്കാം എത്ര ദിവസം കൊണ്ട് വണ്ടി പണി തീർത്ത് കിട്ടുമെന്നൊക്കെ. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഗ്യാരേജ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഒരു ഗ്യാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അതിനകത്ത് പണിയാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവരിങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വണ്ടി പണി കഴിഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വർക്കിന് കയറ്റിയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓണറിനോട് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. സോ ഗൈസ്, നമ്മൾ ഓണറിനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് വണ്ടി തിരിച്ചു കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്കിനി ഒരാഴ്ച കഴിഞ്ഞ് കാണാം. സോ ഗൈസ്, ഇപ്പോൾ ഇതാ ഒരാഴ്ച കഴിഞ്ഞു. നമ്മളിതാ വീണ്ടും ഗാരേജിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാം പണിയും തീർന്നു. ഇനി നീ പോയി സ്റ്റിക്കറൊക്കെ അടിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് നെയിം ബോർഡിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ആ സ്റ്റിക്കർ അടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനുള്ള സാവകാശമില്ല. കാരണം നമുക്ക് ഇനി അടുത്ത ദിവസം തന്നെ നമുക്ക് ഒരു വാഗമൺ ഓട്ടം ഉണ്ട്. അപ്പോൾ അത് ഓടി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് ഓട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓട്ടം എല്ലാം കഴിഞ്ഞിട്ടേ നമുക്കിനി ഈ നെയിം ബോർഡിൻ്റെ സാധനം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. മുമ്പിൽ ബോൺ ടു വിൻ എന്നൊക്കെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പിന്നെ നെയിം ബോർഡും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, കാരണം സ്റ്റിക്കർ നമ്മൾ അതേപോലെ തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കൂളിംഗ് ഒക്കെ ഒട്ടിച്ചു. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം ബ്ലാക്ക് അടിച്ചു. പിന്നെ കുറച്ച് നിയോണൊക്കെ ആഡ് ചെയ്തു. പിന്നെ ഫോഗ് ലാമ്പ്, പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, കാരണം KA വണ്ടിയായിരുന്നല്ലോ. അപ്പോൾ KA നമ്മൾ മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്വാർട്ടർ ഗ്ലാസ്സിലൊക്കെ നമ്മൾ ബോൺ ടു വിൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയ സിമ്പിൾ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ചെറുതായിട്ട് മാത്രമേ സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളൂ, വലിയ അധികമായിട്ട് അലമ്പാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴും സെയിം ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉൾവശമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഉൾവശത്ത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാബിൻ വർക്ക് ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പാസഞ്ചറിൻ്റെ സൈഡിലെ. ഇനി നമ്മൾ ക്യാബിൻ വർക്ക് മാത്രമേ ചെയ്ത് തീർത്തിട്ടുള്ളൂ. അതായത് നമ്മൾ ഓടിയും പിന്നെ ഈ ക്യാബിൻ്റെ ഭാഗത്തെ സാധനങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഇതാണ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3-4 സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആമ്പും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്പീക്കറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം സെയിം ആണ്. ബാക്കിയെല്ലാം മറ്റേ KAക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയായിരുന്നു ഉള്ളത്. ഈ സ്റ്റിക്കറും പിന്നെ ബാക്കി ക്യാബിൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം. കാരണം നാളെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഓടി ചെല്ലണം. കാരണം നാളെ നമുക്കൊരു വാഗമൺ ഓട്ടം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഒരു ഓട്ടം കൂടെ ഉണ്ട്. അങ്ങനെ 3-4 ദിവസം ഓട്ടം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ കാര്യം പെൻഡിങ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു പുതിയ വണ്ടിയും കൂടെ നോക്കുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയണം കേട്ടോ. നമ്മൾ ഒരു പുതിയ വണ്ടി നോക്കുന്നുണ്ട്, ഒരു BS4 വണ്ടി നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ ഒരുപാട് ഓട്ടം വരുമ്പോൾ ഈ ഒറ്റ വണ്ടിയും കൊണ്ട് നമുക്ക് ഓടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി നമുക്ക് അടുത്ത ഓട്ടങ്ങൾക്ക് പോകാമല്ലോ. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. സോ ഗൈസ്, നമ്മുടെ വീട്ടിലിത് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇത് പാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഔട്ട്ഡോർ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഗെയിം ഈ ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വണ്ടി തിരിച്ചിട്ടിട്ട് നമുക്കിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഇനി ഗ്രാഫിക്സ് എന്തെങ്കിലും കയറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് സെറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മളിത് വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ തിരിച്ചു വന്നത് വണ്ടി പാർക്ക് ചെയ്തു നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ പോയി ബെല്ലൈക്കണി ഞെക്കി ഓളിലോട്ട് ഇട്ടാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നിങ്ങൾ കുറച്ച് ഇഷ്ടമായിരുന്നല്ലോ ആ ഗ്യാരേജിനകത്ത്. അപ്പോൾ കുറച്ചുകൂടെ വെട്ടത്തിൽ നിങ്ങൾ കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.